നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദൃശ്യമാധ്യമ ചർച്ചകളുടെ ഇഷ്ട വിഷയമേയല്ല, അധികം കാണാനിടയില്ലാത്തതുമാണ്. പോസിറ്റീവ് കാര്യങ്ങളാണെങ്കിൽ താല്പര്യമേ ഇല്ല, വിവാദമായാൽ പറയണ്ടല്ലോ. മലയാളികളെ സംബന്ധിച്ച് അഭിമാനകരമായ വികസന നടപടികളാണ് കേരളത്തിൽ പുരോഗമിക്കുന്നത്. ഒരു കാലത്തും നടക്കില്ലെന്ന് എല്ലാവരും വിധിയെഴുതിയ ദേശീയപാത വികസനമാണ് അടുത്ത വർഷത്തോടെ കേരളത്തിൽ പൂർത്തിയാവുക. ഇന്ത്യ രാജ്യത്ത് സമാനതകളില്ലാത്ത ശക്തമായ തീരുമാനമാണ് 2016 പിണറായി സർക്കാർ അക്കാര്യത്തിൽ കൈക്കൊണ്ടത്. ഇത് നേരിട്ടറിഞ്ഞ കേന്ദ്രമന്ത്രിയാണ് നിതിൻ ഗഡ്കരി. രാഷ്ട്രീയമായ എതിർപ്പിനപ്പുറം ദേശീയപാത വികസനത്തിൽ മുഖ്യമന്ത്രി പിണറായിയും സർക്കാരും സ്വീകരിച്ച നടപടികളെ അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം രാജ്യസഭയിൽ അഭിനന്ദിച്ചത്. ഇതുവരെ 6000 കോടിയോളം രൂപയാണ് ഭൂമി ഏറ്റെടുക്കാനായി, ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാനായി കേരളം ചെലവഴിച്ചത്. മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത കാര്യമാണിത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ചെലവഴിച്ച തുക അടുത്ത കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം ഒഴിവാക്കണമെന്നാണ് രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടത്. വിഷയം തൻ്റെ വകുപ്പിൽപ്പെടുന്നതല്ലെങ്കിലും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്താമെന്നാണ് ഗതാഗത മന്ത്രി, ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയത്. മലയാളികളെ സംബന്ധിച്ച് ഇതൊക്കെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. വികസനത്തിൽ വേഗത്തിൽ മുന്നേറണമെന്നത് മലയാളിയുടെ ആഗ്രഹമാണ്, ആവശ്യമാണ്.